ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് റംസാനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി 2 ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ജ്യൂസ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് പാലും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഒന്ന് ജ്യൂസ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് നൈസായി വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റിനൊന്ന് നെയ്യ് കൊണ്ട് വറുത്തെടുക്കാം. അലുവ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഗ്യാസ് ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ക്യാരറ്റൊന്നും പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ വെന്തും കിട്ടും. അതിനുവേണ്ടി ഒരു 2 ടേബിൾ സ്പൂണോളം പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് റെഡിയായി കിട്ടി. ഇനി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാൽ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വേറെ പാത്രത്തിലേക്ക് കുറച്ച് ചൈന ഗ്രാസും വെള്ളം കൂടി ഒന്ന് മെൽട്ടാവാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ പാല് തിളച്ച് വരാൻ തുടങ്ങി. അപ്പം മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ക്യാരറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റ് മിക്സിനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കട്ടകളൊന്നും പിടിക്കാത്ത രീതിയിൽ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പ വെച്ച് അരച്ചാൽ നല്ലതാണ്. അപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു കട്ട പിടിച്ച് അവിടെ തന്നെ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ചൂടോടെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് ആറിന് മുമ്പ് തന്നെ ഒരു പുഡിങ് ട്രേയിലേക്കൊന്ന് മാറ്റി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടാറിയാൽ പിന്നെ ഇതൊരു കട്ടയാകാൻ തുടങ്ങും. അതിന് മുമ്പ് തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് അലുവയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പുഡിങ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച അലുവേൻ്റെ ബാക്കിയും കൂടി ഇതിനെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അവിടെ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നമ്മളെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഈ പുഡിങ് ഇഫ്താറിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.